വാക്യങ്ങളിൽ നിന്നും അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവ സാന്നിധ്യം അനുഗ്രഹവും നൽകുന്നതാണ്. The presence of God giving the blessings of God. രാത്രി മുഴുവനും അവരുടെ കുലത്തൊഴിലായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ ദൈവ സാന്നിധ്യം, യേശു സാന്നിധ്യം അവരെ സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിലേക്ക്, സംതൃപ്തിയിലേക്ക് നയിച്ചു എന്നുള്ളത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആശ്വാസം നൽകുന്ന അനുഭവമാണ്. യേശു തമ്പുരാന്റെ പരസ്യ ജീവിതത്തിലെ ആദ്യ പ്രവൃത്തിയും ഈ അത്ഭുത പ്രവൃത്തിയും തമ്മിൽ ഒരു സാമ്യമുണ്ട്. അവരെ നിരാശയിലേക്ക്, ദുഃഖത്തിലേക്ക് വീഴുവാൻ ഇടയാവാതെ ഉയർത്തുന്ന, സംരക്ഷിക്കുന്ന, കരുതുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ ഒരടയാളം അവർക്ക് കൊടുക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം നിക്കോവോയ്സിന്റെ അനുഭവമാണ്. ആരാണ് നിക്കോവോയ്സ്? ഓസ്ട്രേലിയക്കാരനാണ്, പുരോഹിതന്റെ മകനാണ്. പക്ഷേ നമുക്കുള്ളതുപോലെ ആ വ്യക്തിക്ക് കൈകളും കാലുകളുമില്ല. പുരോഹിതന്റെ മകനായിരുന്നപ്പോൾ ആയിരുന്നിട്ടും ആ മാതാപിതാക്കൾ വളരെ ദുഃഖിതരായിരുന്നു. ഈ മകൻ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്കൊരു ഭാരമാണ് എന്ന് അവർ കരുതി. എന്നാൽ വീണ്ടും റീതിങ്കിങ്ങില് ഇപ്രകാരമുള്ള മകനെ വളർത്തുവാൻ തങ്ങളെപ്പോലെയുള്ള മാതാപിതാക്കന്മാർക്ക് മാത്രമേ കഴിയൂ എന്ന് അറിഞ്ഞ് ദൈവം തന്ന സമ്മാനമായി ആ മകനെ അവർ വളർത്തുവാൻ ആരംഭിച്ചു. ഇന്ന് അനേക രാജ്യങ്ങൾ ആ മകൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും വന്നു, തമിഴ്നാട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ ദിനചര്യകൾ കാസറ്റിലാക്കി വിതരണം ചെയ്യുന്നുണ്ട്. എന്റെ കൈവശവും അതിലൊരു കാസറ്റ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ പല മാഗസിനുകളിലും അദ്ദേഹത്തിന് പണം നൽകി, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നൽകി പരസ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രത്യേകത എന്ത് എന്ന് ആ പുസ്തകത്തിലെ ഒരംശം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൽ വസിക്കുന്നവന് ജീവിതം ഭാരമല്ല, ദൈവത്തിൽ വസിക്കുന്നവന് ജീവിതം ശാപമല്ല എന്ന്. ഇത്ര വലിയൊരു സന്ദേശമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട്, അറിയുവാനായിട്ട് കഴിയുന്നത്. എല്ലാ ജോലികളും തന്നെ ചെയ്യുന്നു. അദ്ദേഹത്തെ രണ്ടുപേർ ചേർത്ത് ഒരു മേശയുടെ മുകളിൽ നിർത്തിയായെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാൽപ്പത്തി ഒരു താറാവിന്റെ പത്തി പോലെ, കാൽപ്പാദം പോലെ ഉണ്ട്. മേശപ്പുറത്ത് നിർത്തി കഴിയുമ്പോൾ അദ്ദേഹം വാചാലനാവുകയാണ്, ദൈവസ്നേഹത്തെ പ്രകീർത്തിക്കുകയാണ്. രണ്ട് കൈകളും രണ്ട് കാലുകളും എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിട്ടുള്ള മനുഷ്യന് പാടുവാനോ സ്തുതിക്കുവാനോ ആരാധിക്കുവാനോ സാക്ഷിക്കുവാനോ കഴിയാത്ത ഒരു അനുഭവം ഈ നിക്കോവോയ്സിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സന്യാസിയുടെ അടുക്കിലേക്ക് ശിഷ്യത്വം പ്രാപിക്കുവാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. ദൂരെ വെച്ച് കണ്ടതായ ചെറുപ്പക്കാരനെ സന്യാസി വിലക്കി. എന്താ പറഞ്ഞെന്ന് അറിയാമോ? തനിയെ വന്നാൽ മതി. ആ യൗവനക്കാരനെ മുഖത്ത് നോക്കിക്കൊണ്ട്
സന്യാസി പറയുകയാണ്, നീ സന്യാസത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ തനിയെ വന്നാൽ മതി. അവൻ ചുറ്റും നോക്കി, ഒന്നും കണ്ടില്ല. വീണ്ടും മുൻപോട്ട് നടക്കുവാൻ ആരംഭിച്ചപ്പോൾ സന്യാസി വീണ്ടും ഇത് പലരും ആവർത്തിച്ചു. അപ്പോൾ അവൻ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അതാ അവിടെ ഒരു വലിയ ആൾക്കൂട്ടത്തെ കാണുവാനായിട്ടിടയായി. അപ്പോൾ അവന് മനസ്സിലായി ഈ സന്യാസി പറഞ്ഞത് എന്താണെന്നോ. ഉള്ളിലുണ്ടായിരുന്നതെല്ലാം വെടിഞ്ഞ് അഥവാ ഉപേക്ഷിച്ചു. ആ സന്യാസിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ സന്യാസി അവനെ സ്വീകരിച്ചു. മറ്റൊരു ഉദാഹരണം, വേറൊരു സന്യാസി തന്റെ സന്നിധിയിലേക്ക് ശിഷ്യത്വം പ്രാപിക്കുവാനായിട്ട് അടുത്ത് വന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ സന്യാസിയാകുന്നതിന് മുൻപ് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആ യൗവനക്കാരൻ സന്യാസിയോട് പറഞ്ഞു, ഒരപേക്ഷ മാത്രമുണ്ട്. എന്റെ അയൽക്കാരനുമായി ഞാൻ ശത്രുതയിലാണ്. അതുകൊണ്ട് അവൻ ഒഴികെ ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. ദയവായി അനുവദിച്ചാലും. അപ്പോൾ ആ സന്യാസിയുടെ മറുപടി, ശരി, നീ ലോകത്തുള്ള എല്ലാവരെയും വന്നേക്കുക, നിന്റെ അയൽക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അയൽക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം ആ യൗവനക്കാരനെ ആ സന്യാസി ശിഷ്യനാക്കി എന്നാണ് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എന്തിനാ 2-3 എക്സാമ്പിൾസ് പറഞ്ഞറിയാം. ദൈവസന്നിധിയിലേക്ക് വരുന്നവൻ ദൈവബന്ധങ്ങളും മാനുഷിക ബന്ധങ്ങളും നേരെയാക്കുവാനായിട്ട് പരിശ്രമിക്കണം. അതെ, ദൈവിക ബന്ധങ്ങളും മാനുഷിക ബന്ധങ്ങളും നേരെയാകുമ്പോൾ അനുഗ്രഹങ്ങൾ തനിയെ വന്നുകൊള്ളും. അനുഗ്രഹങ്ങൾക്കായി നാം ഒത്തിരി ഒന്നും അധ്വാനിക്കേണ്ടതില്ല. ബന്ധങ്ങൾ നേരെയാക്കിയാൽ മതി. ഈ ശിഷ്യന്മാര് യേശുവുമായുള്ള ബന്ധം വിട്ടിട്ട് അവരുടെ പഴയ തൊഴിലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശു എന്താണ് അവരെ വിളിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാനായിട്ടെങ്കിലും എന്തെങ്കിലും കിട്ടിയോ എന്ന്. ഈ ആരാധനാമധ്യത്തിൽ എനിക്കും ഓർമ്മിക്കുവാനായിട്ടുള്ളത് ഇതൊന്നു മാത്രമാണ്. ജീവിതത്തിൽ കഷ്ടതകളില്ലാത്തവരായി ആരുമില്ല, വേദന അനുഭവിക്കാത്തവരായി ആരുമില്ല. പക്ഷേ ഈ വേദനകളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഈ വേദനകൾ നമുക്ക് അനുഗ്രഹങ്ങളായി മാറും, പുണ്യങ്ങളായി മാറും. നമുക്ക് മാത്രമല്ല, നമ്മുടെ വരും തലമുറകൾക്കും അത് അനുഗ്രഹമായി മാറും. ഒരു എക്സാമ്പിൾ കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ഓടക്കുഴൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഓടക്കുഴലിലൂടെയുള്ള പാട്ടുകളും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ മധുര ഗാനം പഠിക്കുന്ന ഓടക്കുഴലാകണമെന്ന് ആഗ്രഹവുമുണ്ട്. അതുപോലെ തന്നെയാ മുളങ്കുഴൽ കണ്ടിട്ടുണ്ടോ? മുളങ്കുഴലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൂടെ ഊതിയാൽ ഇമ്പകരമായ ശബ്ദം ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. ഈ ഓടക്കുഴലിന് എന്താ പ്രത്യേകത? ഓടക്കുഴൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ. എന്താ ഓടക്കുഴലിന്റെ പ്രത്യേകത? അതെ, അവിടെ 7 തുളകളുണ്ട്. ഈ തുളകളാണ്, ആ തുളകളിലൂടെ കൈവരികൾ ഓടിക്കുമ്പോഴാണ് അതുവഴി ഊതുമ്പോൾ മധുരമായ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാവുന്നത്. എന്താ ഈ തുളകൾ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളാണ്, വേദനകളാണ്, രോഗങ്ങളാണ്, ദാരിദ്ര്യങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഇവയാകുന്ന ഈ തുളകളിൽ ദൈവത്തെ നോക്കിക്കൊണ്ട് ജീവിച്ചാൽ നമ്മിൽ നിന്ന് ആശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രത്യാശയുടെ, എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ സ്നേഹിക്കുന്നതിന്റെ ആ സ്വഭാവം പുറത്തേക്ക് വരും. അതെ, ദൈവ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താ? അതിനൊരു ഉദാഹരണം പറയാം. സൂര്യൻ പ്രകാശം നൽകുന്നുണ്ട് അല്ലേ? ചന്ദ്രൻ നിലാവും നൽകുന്നുണ്ട്. വൃക്ഷങ്ങൾ ഫലങ്ങൾ നൽകുന്നുണ്ട്. പുഷ്പങ്ങൾ സൗരഭ്യം നൽകുന്നുണ്ട്. ഇവയെല്ലാം എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ നൽകുന്നത്?
അല്ല. സൂര്യൻ ദിവസവും അതിന്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താ? അതതിന്റെ സ്വഭാവമാണ്. ഇവയൊന്നും തന്നെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. പിന്നെയോ അതിന്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയല്ലേ ദൈവത്തിൽ വസിക്കുന്നവൻ ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്നു എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതിന് മറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ മദർ തെരേസയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് അവർ ഒരു ഹൈന്ദവ ധന്യന്റെ സന്നിധിയിൽ ചെന്നിട്ട് അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി സംഭാവന ചോദിച്ചു. ആദ്യം ആപ്രിയിൽ ആ ധന്യനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ശൈലിയിൽ കാർപ്പിച്ച് നേരെ അദ്ദേഹത്തിന് അവരുടെ മുഖത്തേക്ക് തുപ്പി. ആ തുപ്പല് കയ്യിൽ സ്വീകരിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞ വാക്കാണ് അമ്മയെ വളർത്തിയത്. അമ്മ പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, ഇനിയും എന്റെ മക്കൾക്കുള്ളത് വേണമെന്ന് പറഞ്ഞു. അത് ആ ധന്യന്റെ മനസ്സിനെ മാറ്റിമറിച്ചു. ഇത് ദൈവ സ്വഭാവത്തിന്റെ ലക്ഷണമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ വരും. നമ്മുടെ പ്രതികരണം എങ്ങനെയിരിക്കുന്നുവോ അതിനനുസൃതമായിരിക്കും റിസൾട്ട്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കുഞ്ഞുങ്ങളോട് ചില കാര്യം പറയേണ്ടതായിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ ഇപ്പൊ പോലും മനസ്സിലാകും. എനിക്ക് വഹിക്കുന്നു കുഞ്ഞുങ്ങൾ നിങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടോ? ഹാപ്പിനെസ് അറിയില്ലായിരിക്കും. ഓക്കെ, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് ഹാപ്പി ലൈഫ്. സോ I shall tell a few words about some key words about the happiness. First of all, faith in God. Number 2, love everybody. Number 3, do wrong to none. Number 4, faith in few. Number 5, knowledge. Number 6, healthy health. The last, number 7, wealth. But nowadays, the first is the last and the last is the first. So, we need happiness. If we shall need happiness, we go through the faith in God first. Okay, God bless you.